ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഉച്ചയ്ക്ക് നല്ല നാരങ്ങയച്ചാറും മത്തി പൊരിച്ചതും പിന്നെ കൂമ്പ് തോരനും പെരുമ്പയറും കായും ഒക്കെ ഇട്ട് വെച്ച നല്ല ഉടച്ച് കറിയും മത്തിക്കറിയൊക്കെ ആയിരുന്നേ. അപ്പോൾ ഇന്ന് ഭയങ്കര ലേസി ആയിട്ടുള്ള ഡേ ആയിരുന്നു. ഭയങ്കര മടി പിടിച്ചൊരു ദിവസമായിരുന്നു. എൻ്റെ അടുക്കളയാണെന്നുണ്ടെങ്കിൽ ആകപ്പാട് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. കൈസ്, ഒരു രക്ഷയില്ല. എനിക്ക് ഒരു പണി ചെയ്യാനും വയ്യാത്ത ഒരു ദിവസമായിരുന്നു. അങ്ങനെ രാവിലെ മോളെ പറഞ്ഞ് സ്കൂളിൽ വിട്ടിട്ട് ചോറും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് ആ പെരുമ്പയറിനെ വേവിക്കാനും എടുത്ത് അടുപ്പിൽ വെച്ച് കുക്കറിൽ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇവിടെ കിടന്ന സാധനങ്ങളെല്ലാം കൂടെ വാരി ഒരു ചെറിയ മുറിയിൽ തുണികളും ഒക്കെ ഉണ്ടായിരുന്നു കഴുകാനൊക്കെ ആയിട്ട്. മോളുടെ ടോയ്സും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൂടെ വാരി ഞാൻ അവിടെ ഇട്ടിട്ട് നേരെ കിച്ചണിലോട്ട് പോയി പണി തുടങ്ങാമെന്ന് വിചാരിച്ചു. മീനൊക്കെ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് അതിന് ഞാൻ പൊരിക്കാൻ വെച്ചായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് മിക്സി ഇന്ന് രാവിലെ കംപ്ലൈൻ്റ് ആയി. അങ്ങനെ പിന്നെ അമ്മിക്കല്ലിൽ തന്നെ അരയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉടച്ചു കറിക്കും പിന്നെ കൂമ്പ് തോരത്തിനൊക്കെ വേണ്ടിയിട്ട് അമ്മിക്കല്ലിൽ തന്നെ അരച്ചു. ഉടച്ച് കറിക്ക് അരപ്പിട്ടു. അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് മീൻ പൊരിക്കാൻ വെച്ചായിരുന്നേ നേരത്തെ തന്നെ. അപ്പോൾ മീനിനെ മറിച്ചിട്ടു. അത് നന്നായിട്ട് പൊരിയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മീൻകറി വെച്ചത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. മീൻകറി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച് വറ്റിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കൂമ്പ് തോരത്തിൽ അരപ്പിട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിനെ മാറ്റി വെച്ചു. അത് വേവിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിനെ മാറ്റി വെച്ചായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാനിതാ മീൻ നോക്കൂ, എൻ്റെ മീൻ നന്നായിട്ട് വറ്റിച്ച് പരുവമായിട്ടുണ്ട്. പിന്നെ തറയൊക്കെ തുടച്ച് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വാരി ഒതുക്കി മടക്കി വൃത്തിയായിട്ട് വെച്ച് റൂമെല്ലാം തുടച്ച് കഴിഞ്ഞ് വരാന്തയും എല്ലായിടം തുടച്ചു. പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി. അപ്പോൾ നോക്കൂ, എൻ്റെ അടുക്കള നല്ല വൃത്തിയും നല്ല സുന്ദരി കുട്ടിയായി ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.